വർക്കല മുട്ടപ്പലം മടത്തിൽവിളാകം ക്ഷേത്ര പരിസരത്താണ് മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും അഴിഞ്ഞാട്ടം. പുരാതനമായ ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടി ഒഴുകുന്ന നീർച്ചാലുകൾ മദ്യക്കുപ്പികളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ക്ഷേത്രക്കുളത്തിൻ്റെ സമീപത്താണ് രാത്രികാലങ്ങളിൽ മദ്യപന്മാർ തമ്പടിക്കുന്നത്. മദ്യവും മയക്കുമരുന്നുമൊക്കെയായി പുറമേ നിന്നുള്ള സംഘമാണ് ഇരുളിൻ്റെ മറവിൽ ക്ഷേത്രക്കുളവും പൊതുവഴിയും കയ്യേറി അഴിഞ്ഞാടുന്നത്. അത് ഞാനിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ ലക്ഷദ്വീപത്തിൻ്റെ കാര്യമായിട്ട് നമ്മളിവിടെ വൃത്തിയാക്കി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് തോട്ടിൽ രാവിലെ കുറച്ച് പേര് വന്നിട്ട് പോയി. അവർ കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം തോട്ടിൻ്റെ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് വന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കാണ് ഇത് കണ്ടത്. ഈ സൈഡ് മൊത്തവും മദ്യക്കുപ്പികളും വേസ്റ്റുകളും എല്ലാം കൊണ്ടിടുന്ന ഒരു വല്ലാത്തൊരു അന്തരീക്ഷം. ഇത് സാമൂഹിക വിരുദ്ധരുടെ താവളം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്ര പരിസരമാണെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ഇത് മനുഷ്യരെ നശിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് പോവുകയാണ്. ഇത് ഇത്രയും ഗതികെട്ടൊരു രീതിയാണോ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയാൻ പോയി. ഇത് ഭരണകൂടം തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ കൊല്ലം ഇവിടെ കാണേണ്ടി വരും. കാരണം രാത്രി നമ്മൾ വൈകുന്നേരങ്ങളിൽ രാത്രി ഒരു 6 മണി സമയത്ത് പോയി തന്നെ ഇവിടെ സൈഡിൽ നിർത്താൻ ആൾക്കാർ കള്ളുപിടിക്കുന്നേ കാണാം. വിരട്ടി വിട്ടാൽ അവന്മാർ നമ്മളെ നേരെ ചാടുന്നൊരു അവസ്ഥയിലോട്ട് ഒന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പ്രവാസിയായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു മാസമേ ആവുള്ളൂ. എനിക്കിപ്പം ഇതിന് കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേക്ക് കണ്ടപ്പോഴത്തെ വിഷമം തോന്നി പറയുകയാണ്. ഈ അവസ്ഥ ഇത് അങ്ങോട്ട് മൊത്തം നോക്കി കാണാം. വേസ്റ്റ് ഇങ്ങനെ വാരി ഇടയറിയാണ്. അവിടെ കെട്ടി വേസ്റ്റ് കൊണ്ട് ഇടുന്നുണ്ട്. ക്ഷേത്ര കുളമാണെന്നുള്ള ഒരു പരിഗണന കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാരൊന്ന് വൃത്തിയാക്കിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കുറേ വേസ്റ്റ് ഇട്ട് ഇവിടെ കത്തിയിട്ടുണ്ടായിരുന്നു. കാരണം മൊത്തം കച്ചറയായിട്ട് കിടക്കുകയാണ്. കരിക്ക് മോഷണവും നിത്യേന നടക്കുന്നുണ്ട്. പോലീസ് രാത്രികാല പെട്രോളിംഗ് ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.